ഹലോ എല്ലാവർക്കും സ്വാഗതം. ഒരു കമ്പനി തുടങ്ങുമ്പോൾ പുതിയ ആളുകളെ ജോലിക്കെടുക്കുന്നത് വെറുമൊരു ടാസ്ക്കായിട്ട് കാണരുത്. സത്യത്തിൽ അതൊരു വലിയ ദൗത്യമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള ശരിയായ ഒരു ടീമിനെ ഒരുമിപ്പിക്കുന്ന ദൗത്യം. ഓർക്കുക, ഏറ്റവും നല്ല കപ്പലാണെങ്കിലും അതോടിക്കാൻ ശരിയായ ആളുകളില്ലെങ്കിൽ മുങ്ങിപ്പോകും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ടീമിനെ ഇത്ര തന്ത്രപരമായി നമുക്ക് പടുത്തുയർത്താൻ പറ്റുക? വാ, നമുക്ക് നോക്കാം. ഒരു സ്ഥാപകൻ എന്ന നിലയിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരുപക്ഷെ ഇതായിരിക്കും. കാരണം ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ സമയവും പണവും ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ പോണത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ഈ വിശകലനം തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. എന്തിനാണ് നിങ്ങൾ ഒരാളെ ഹയർ ചെയ്യുന്നത്? ഓരോ നിയമനവും നിങ്ങളുടെ കമ്പനിയുടെ പ്രധാന ലക്ഷ്യവുമായും നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായും നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം. വെറുതെ ആളില്ലാത്തൊരു കസേര നികത്തുക എന്നതാവരുത് നമ്മുടെ ലക്ഷ്യം. ഇതൊന്നു നോക്കൂ. ഒരു കമ്പനിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഹയറിംഗിലെ മുൻഗണനകൾ എങ്ങനെയാണ് മാറുന്നതെന്ന് കാണാം. തുടക്കത്തിൽ, അതായത് പ്രീ ലോഞ്ച് ഘട്ടത്തിൽ, നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ളവരെയാണ്. പക്ഷെ കമ്പനി വളർന്നു തുടങ്ങുമ്പോൾ, അതായത് സ്കെയിലപ്പ് സ്റ്റേജിൽ, നമ്മുടെ ഫോക്കസ് മാറും. പിന്നെ വേണ്ടത് മാർക്കറ്റിംഗ്, സെയിൽസ് പ്രൊഫഷണൽസിനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. ഈയൊരു മാറ്റം വളരെ വ്യക്തമാണല്ലേ? എന്തിന് നിയമിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും? സിമ്പിളാണ്, ആരെ നിയമിക്കണം? ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും മികച്ച ടീമിനായി ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കപ്പലിലെ ഓരോരുത്തർക്കും ഇന്ന റോളാണ് എന്ന് കൃത്യമായി വരച്ചു വെക്കുന്നത് പോലെയാണ്. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ആവശ്യമായ റോളുകൾ ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് അതിനൊരു പ്രയോറിറ്റി കൊടുക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം ഒരു സീനിയർ ബാക്ക് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ അതിനായിരിക്കണം ഏറ്റവും ഉയർന്ന മുൻഗണന കൊടുക്കേണ്ടത്. ഓഫീസ് മാനേജറുടെ ഒഴിവൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് നികത്തിയാൽ മതിയാവും. അപ്പോൾ ഏറ്റവും പ്രധാനം എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ്. ശരി, നമുക്ക് വേണ്ട ടെക്നിക്കൽ റോളുകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഒരു മിനിറ്റ്, ഈ കപ്പൽ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ലീഡർഷിപ്പ് ടീമിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് മനസ്സിലിരുത്തുന്നത് നല്ലതാണ്. അടുത്ത വളർച്ചാഘട്ടത്തിൽ നമുക്കൊരു ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ചീഫ് ടെക്നോളജി ഓഫീസർ ആവശ്യമായി വരുമോ? അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഉപദേശകന്റെ സഹായം നമുക്ക് ഗുണം ചെയ്യുമോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് ടീമിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തണം. ഇത് നിങ്ങളുടെ ഭാവിയെ ശരിക്കും സുരക്ഷിതമാക്കാൻ സഹായിക്കും. കയ്യിൽ നല്ലൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അല്ലേ? അതെപ്പോൾ നടപ്പാക്കണം എന്നും കൂടി അറിയണം. ആരെ നിയമിക്കണം എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പോൾ നിയമിക്കണം എന്നതും. ടൈമിംഗ് ഈസ് എവറിത്തിങ്. നിങ്ങളുടെ ഹയറിങ്ങിനെ ഒരു റോഡ് മാപ്പായിട്ട് കാണാൻ ശ്രമിക്കൂ. ആദ്യത്തെ 3 മാസം നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാക്കാൻ വേണ്ട ടെക്നിക്കൽ ആളുകളെ എടുക്കുക. അടുത്ത 3 മുതൽ 6 മാസം ആ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിവുള്ളവരെ ടീമിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് കമ്പനിയുടെ വലിയ വളർച്ചയെ നയിക്കാൻ കഴിവുള്ള ലീഡർഷിപ്പ് റോളുകളിലേക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോ ഘട്ടവും ഓരോ ബിസിനസ് ലക്ഷ്യവുമായി നമ്മൾ ബന്ധിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ആരെ, എപ്പോൾ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. ഇനി അടുത്ത പ്രധാന ചോദ്യം എങ്ങനെ എന്നതാണ്. അതായത്, ഈ കഴിവുള്ള ആളുകളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അവരെ ആകർഷിക്കാനും ശരിയായ ആളെ തിരഞ്ഞെടുക്കാനും നമുക്ക് കൃത്യമായ ഒരു സിസ്റ്റം, ഒരു പ്ലേബുക്ക് തന്നെ വേണം. ഇതൊരു ലളിതവും പക്ഷെ വളരെ ഫലപ്രദവുമായൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ആദ്യം അപേക്ഷകൾ സ്ക്രീൻ ചെയ്യുന്നു, പിന്നെ അവരുടെ ടെക്നിക്കൽ സ്കിൽസ് പരിശോധിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ ടീമുമായി ചേർന്നു പോകുന്ന ആളാണോ എന്ന് നോക്കുന്നു. അവസാനം ഫൈനൽ റിവ്യൂവും ഓഫറും. ഈ ഓരോ സ്റ്റെപ്പും ഉറപ്പാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സാങ്കേതികമായി കഴിവുള്ള ഒരാളെ മാത്രമല്ല, നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചറുമായി യോജിച്ചു പോകുന്ന ഒരാളെ കൂടിയാണ് കിട്ടുന്നത് എന്നാണ്. മികച്ച ആളുകളെ നമുക്കിവിടെ നിന്നാണ് സാധാരണയായി കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കാം, ഏറ്റവും കൂടുതൽ വരുന്നത് റഫറലുകളിലൂടെയാണ്. അതായത് നമ്മുടെ നിലവിലെ ജീവനക്കാർ വഴി വരുന്ന അപേക്ഷകരിൽ നിന്നാണ്. ഏകദേശം 45%. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കമ്പനിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പുറത്തുണ്ടാക്കുക എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന്. എന്താണ് ഈ EVP? കേട്ടിട്ട് വലിയ സംഭവമായി തോന്നുമെങ്കിലും സംഗതി വളരെ ലളിതമാണ്. വേറെ ഒരുപാട് നല്ല അവസരങ്ങളുണ്ടായിട്ടും ഒരാൾ എന്തിന് നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് ചേരണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. ഇത് ശമ്പളം മാത്രമല്ല, കമ്പനിയുടെ കൾച്ചർ, വളരാനുള്ള അവസരങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യം, ഇതെല്ലാം അതിൽപ്പെടും. മികച്ച ആളുകളെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ ഒരു മാഗ്നറ്റാണ് ഈ EVP. ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ശരിക്കും വർക്കാവുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും വേണം. നമ്മുടെ ഹയറിംഗ് പ്രോസസ്സ് ശരിയായ ട്രാക്കിലാണോ എന്നറിയാൻ ചില കാര്യങ്ങൾ അളന്നു നോക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യത്തെ അളവുകോൽ ഇതാണ്: ഒരാളെ ജോലിക്കെടുക്കാൻ നമ്മൾ എത്ര സമയമെടുക്കുന്നുണ്ട്?
ഇവിടെ കാണുന്ന പോലെ ശരാശരി 42 ദിവസം വരെ എടുക്കാം. പക്ഷേ ഇത് ഒരുപാട് വൈകിയാൽ ഒരു പ്രശ്നമുണ്ട്. നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സ് അത്രയും കാലം നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. അവർക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരാളെ നഷ്ടപ്പെടും. വേഗത്തിൽ ആളെ എടുത്താൽ മാത്രം പോരല്ലോ, വരുന്നയാൾ കൊള്ളാവുന്ന ആളാവണ്ടേ. അതാണ് അടുത്ത മെട്രിക്. നിങ്ങൾ നിയമിച്ച ആളുകൾ ഒരു 6 മാസം കഴിയുമ്പോൾ അവരുടെ ജോലിയിൽ എത്രത്തോളം ശോഭിക്കുന്നുണ്ട്. ഇത് അളക്കുന്നത് വഴി നമ്മൾ ശരിയായ ആളുകളെയാണോ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹയറിംഗ് എത്രത്തോളം വിജയകരമായിരുന്നു എന്നതിൻ്റെ അവസാന വാക്ക്, അൾട്ടിമേറ്റ് ടെസ്റ്റ്, ഇതാണ് റിറ്റൻഷൻ റേറ്റ്. അതായത് പുതുതായി വന്ന ആളുകൾ 1 വർഷം കഴിഞ്ഞിട്ടും കമ്പനിയിൽ തുടരുന്നുണ്ടോ? അവർ തുടരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെയും നിങ്ങളുടെ കമ്പനി കൾച്ചറിൻ്റെയും ഒരു വലിയ വിജയമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരാളെ ഹയർ ചെയ്യാനിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഓർക്കുക, നിങ്ങൾ നടത്തുന്ന ഓരോ നിയമനവും നിങ്ങളുടെ കമ്പനിയുടെ അടുത്ത ചാപ്റ്ററിലേക്കുള്ള ഒരു നിർണായക നിക്ഷേപമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ടീമിനെയാണോ പടുത്തുയർത്തുന്നത്, അതോ വെറുതെ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകൾ നിറയ്ക്കുകയാണോ?